അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ. എന്നാ തുടങ്ങി കഴിയാം. ഡൽഹിയിലെ താമസത്തിന്റെ കാര്യത്തിൽ പുലിവാല പിടിച്ചിരിക്കുകയാണ് നടിയും BJP MP-യുമായ കങ്കണ റണൌട്ട്. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ മഹാരാഷ്ട്ര സദനിലെത്തിയ കങ്കണ CM സ്യൂട്ട് റൂം ആവശ്യപ്പെട്ടതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളെയൊക്കെ അമ്പരപ്പിച്ചത്. വീട് പോരാ കേട്ടോ, ഞാൻ വിചാരിച്ചു 2 നില വീടായിരിക്കും. രാഷ്ട്രപതിയുടെ വസതിയാണെങ്കിൽ കുറച്ചുകൂടി നന്നാവുമെന്ന് ശിവസേന ഉദ്ധവ് പക്ഷം പരിഹസിച്ചു. ഇന്ത്യ പിള്ളേരെടുത്തും അഭിപ്രായം പറയാൻ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. നീ പ്രധാനമന്ത്രി നാട്ടിച്ചേ പോവുള്ളൂ. തളിനാക്ഷം വന്ന് വിവരം പറഞ്ഞപ്പോ കടയും പൂട്ടി ഞാൻ ഓടി വരുമ്പോ ഇത്രയും സന്തോഷമുള്ള കാര്യമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. സത്യപ്രതിജ്ഞ കഴിഞ്ഞുടൻ ഡൽഹിയിലെ മഹാരാഷ്ട്ര സദനിലെത്തിയ കങ്കണ ഇവിടെ മുറികളെല്ലാം വിശദമായി കണ്ടു. മുറികളെല്ലാം കൊള്ളാം, എന്നാൽ ഇഷ്ടപ്പെട്ടത് മുഖ്യമന്ത്രി വരുമ്പോൾ താമസിക്കുന്ന CM-ന്റെ സ്വീറ്റ് റൂം. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. പുതിയ MP-ക്ക് താൽക്കാലികമായി താമസിക്കാൻ പക്ഷേ CM-ന്റെ സ്വീറ്റ് റൂം ഒന്നും കൊടുക്കാൻ വകുപ്പില്ല. അപ്പോഴേക്കും കങ്കണയുടെ ഡിമാൻഡ് വൈറലായി. പാമ്പ് കടിച്ചവന്റെ തലയിൽ തേങ്ങ വീണെന്ന് ഇടിവെട്ടിവന്റെ തലയെ പാമ്പ് കടിച്ചെന്ന് പറയടേ. പറ്റുമെങ്കിൽ പ്രധാനമന്ത്രിയുടെ വസതിയോ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭവനോ തന്നെ നോക്കാൻ ആവശ്യപ്പെട്ട് ശിവസേന ഉദ്ധവ് പക്ഷം പരിഹാസമുനകൾ എയ്തു. എടോ, താൻ ജന്മനാ മണ്ടനാണോ അതോ മണ്ടത്തിൽ അഭിനയിക്കുന്നതാണോ? സത്യമായിട്ടും അഭിനയിക്കല്ലേ? കൊള്ളിച്ചിടിക്കാൻ എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല, ഈ തടി ഇത്രയും പെരിപ്പിക്കാൻ ഞാൻ എന്തുമാത്രം പണം ചെലവാക്കിയെന്നറിയോ? ഹിമാചൽ പ്രദേശിൽ നിന്നും MP-ആയ കങ്കണയ്ക്ക് എന്തിനാണ് മഹാരാഷ്ട്ര സദൻ എന്നാണ് ചോദ്യം. मैं अब प्रधानमंत्री को भी बोल सकते हैं कि मुझे प्रधानमंत्री निवास में रखिए या प्रधानमंत्री या राष्ट्रपति भवन का कोई स्पेशल छूट दीजिए. എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആരെയൊക്കെ ഇവിടെ താമസിപ്പിച്ചെന്ന് പറയിപ്പിക്കരുതെന്ന് BJP കേന്ദ്രങ്ങൾ തിരിച്ചടിച്ചു. ഏതായാലും CM സ്വീറ്റ് തരില്ല എന്ന് മുഖത്തു നോക്കി പറയാതെ ഹിമാചൽ ഭവനിലേക്ക് കങ്കണയെ വഴിതിരിച്ചുവിടാനാണ് മഹാരാഷ്ട്ര സദൻ വൃത്തങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? മഞ്ജു വാര്യറാണെന്ന വിചാരം. മിനിമം ഒരു കമ്മിറ്റ്മെന്റ് എങ്കിലും വേണം ജനങ്ങളോട് രാഷ്ട്രീയക്കാരന്. 24 മണിക്കൂറും രാഷ്ട്രീയക്കാരനായിട്ട് അഭിനയിക്കുമ്പോൾ 1 മിനിറ്റെങ്കിലും അന്തസ്സുള്ള രാഷ്ട്രീയക്കാരനായിട്ട് ജീവിക്കും. അയ്യോ, പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു.